1802 അബ്ദുൽ നാസർ മഅദനി. ഇന്ന് അദ്ദേഹത്തോട് ഈ ഭരണകൂടം ചെയ്യുന്നത് ഭരണകൂട ഭീകരതയാണ്, തോന്നിയാസമാണ്, നീതിയില്ലായ്മയാണ്, സത്യം പാവമാണ് ആ മനുഷ്യരോട് ചെയ്യുന്നത്, യാതൊരു സംശയമില്ല. പക്ഷേ അബ്ദുൽ നാസർ മഅദനി ISS രൂപീകരിച്ച് നടത്തിയ കാലഘട്ടത്തിലെ പ്രസംഗം ഇസ്ലാമിക വിരുദ്ധമാണ്. അതിന് ഏറ്റവും ശക്തമായി എതിർത്ത ആളാ ഞങ്ങൾ. മഅദനി ജയിൽ മോചിതനായപ്പോ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു, ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങളൊരു പാഠം ഉൾക്കൊള്ളണം. കയ്യടിക്കാനും തക്ബീർ ചെല്ലാനും നിങ്ങളെ വാഴ്ത്താനും ആളുകളുണ്ടാവും. അവരാരും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഭാര്യ വിധവയെപ്പോലെ ജീവിച്ചു, നിങ്ങളുടെ സലാഹുദ്ദീൻ അനാഥനെ പോലെ ജീവിച്ചു. ഇവിടെ പലരും നിങ്ങളെ കൊണ്ട് പലതും പറയിപ്പിച്ചു. നിങ്ങൾക്കതുണ്ടാകരുത്. നിങ്ങൾ തൗഹീദ് മനസ്സിലാക്കണം, സുന്നത്ത് മനസ്സിലാക്കണം, ഖുർആനും സുന്നത്തും തീവ്രവാദമില്ലെന്ന് മനസ്സിലാക്കണം. മതം സമാധാനത്തിന്, തീവ്രവാദം നാശത്തിന് എന്നൊരു കേസറ്റും കൊടുത്ത് കുറെ കേസറ്റുകൾ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം എറണാകുളം സാൽവേഷനിൽ എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നു. 41 വിദ്യാർത്ഥികളെ അദ്ദേഹം കൊണ്ടുവന്നു, അദ്ദേഹത്തിന്റെ അനുജനെ കൊണ്ടുവന്നു. എന്റെ ജീവിതത്തിൽ ഓർമ്മകളാണ്. ആ മഅദനിക്ക് വേണ്ടി ഞാൻ മിക്ക സമയവും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരോടും പറയാറുണ്ട്. അദ്ദേഹത്തോട് നമ്മുടെ ഭരണകൂടം ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു പൗരനോടും ചെയ്യാത്ത ക്രൂരത അദ്ദേഹത്തോട് ചെയ്തു കഴിഞ്ഞു. കണ്ണു കാണാനാവാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. മൂക്കിൽ പഴുപ്പ് ബാധിച്ചു, അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് തകരാറ് വന്നു, കാലിൽ പഴുപ്പ് ബാധിച്ചു. ഒരുപാട് രോഗങ്ങൾക്ക് അദ്ദേഹം വിധേയമാണ്. അദ്ദേഹത്തെ ചികിത്സിക്കുന്നു എന്നത് അവിടുന്ന് നുണപ്രചരണമാണ്. കാരണം അവിടെ എന്താ നടക്കണമെന്ന് കണ്ണും കാതുള്ളവർക്കറിയാം. സഹോദരങ്ങളെ, ഇതൊക്കെയാണെങ്കിലും മഅദനി ഒരു കാലത്ത് പ്രസംഗിച്ച തീവ്ര പ്രസംഗങ്ങളെ ഏറ്റവും ശക്തമായി നമ്മൾ എതിർത്തു. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമുക്ക് ആരോടും വിരോധവുമില്ല, വെറുപ്പുമില്ല. നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കണം. ഇനിയും ഞങ്ങളിവിടെ പ്രസംഗിക്കും, നിങ്ങൾ കേൾക്കാൻ വരണം, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഇനി ഞങ്ങൾക്ക് തെറ്റുപറ്റിയോ എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരുത്തിത്താ. ഞങ്ങൾക്ക് നിങ്ങൾ തിരുത്തിത്ത. പെണ്ണിനെ പള്ളി തടഞ്ഞിട്ടുള്ളൂ, ആണിന് പള്ളി തടഞ്ഞിട്ടുണ്ടോ? അപ്പൊ മുജാഹിദുകൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയാൽ അവരെ ഇറക്കി വിടുക. പെണ്ണിനെ ഇറക്കി വിടാനേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ. ആണിനെ ഇറക്കി വിട്ടാലോ അങ്ങനെയൊക്കെയാണോ? ശരിക്കും എന്താ വേണ്ടത്? ഒരു യഥാർത്ഥ വിശ്വാസം എന്താ വേണ്ടത്? മുജാഹിദുകൾ അവിടെ വന്ന് നിസ്കരിക്കുമ്പോൾ അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. ഇപ്പൊ എന്നോട് പറഞ്ഞതാണ്, പന്നി ഇവിടെ കയറിയില്ലേ, ഇവിടെ വെള്ളം ഒഴിക്കുക നമുക്ക് എന്ന്. ഒരു യാത്രയിൽ ഒരു സുന്നി പള്ളി കയറിയതാണ്, കയറിപ്പോയതാ. സത്യത്തിൽ കയറിച്ച് സുജൂദിന്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ, പള്ളി ദർശിലെ കുട്ടികൾ വിളിക്ക, പന്നി ഇവിടെ നിസ്കരിച്ചോ, വെള്ളം ഒഴിക്കട്ടെ നമുക്ക് എന്റെ തലയെ കൂടെ. നമ്മൾ നിസ്കരിച്ച് ഇറങ്ങിപ്പോന്ന്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണേ. ഇതാണോ ദീൻ? വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. തിന്മയും നന്മയും ഒരിക്കലും സമാവില്ല. മറിച്ച് മുജാഹിദുകൾ ഒരു സുന്നി പള്ളി കയറി നിസ്കരിച്ച് നിങ്ങളെന്താ വേണ്ടേ? നിസ്കാരത്തിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ വിളിക്കാം. വരും മക്കളെ, നിങ്ങൾ എവിടുന്ന മോനെ? മോന്റെ പേരെന്താ? ബഷീർ. എന്താടാ സുബൈർ? എടാ ഈ കയ്യേറ്റിയത് റസൂലുള്ള പഠിപ്പിച്ച പോലെയല്ല, അതെങ്ങനെയാ എന്ന് ഹദീസ് ഉദ്ധരിച്ച് പഠിപ്പിക്കേണ്ടവരങ്ങളെ. കയ്യേറ്റിവരെ പിടിച്ച് പുറത്തേക്കറിയല്ല. അതാണോ ദീൻ? അതാണോ റസൂൽ പഠിപ്പിച്ചത്?